ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊപ്പമുള്ള ബന്ധം അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണോ അതോ ഒരു ജീവിത പാഠമാണോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പൈൽ റീഡിംഗ് ആണ്. അതിനായിട്ട് രണ്ട് ക്യാൻഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് ക്യാൻഡിലാണ്, ഇതൊരു യെല്ലോ ക്യാൻഡിലാണ്. ഇതിനോടാണോ നിങ്ങൾക്കൊരു താല്പര്യം തോന്നുന്നത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആദ്യം ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. നമുക്ക് ഈ ഒരു ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് നോക്കാം. നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ വ്യക്തി ഇവയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം റീഡിംഗ് കാണുക. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊപ്പമുള്ള ബന്ധം അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണോ അതോ ജീവിത പാഠമാണോ? Two of Cups, Ace of Cups, Six of Cups, Ten of Swords. നമുക്കിവിടെ 4 കാർഡുകൾ, ഞാനിവിടെ ഒരു 4 കാർഡുകളാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ആദ്യം തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി മുൻ ജന്മത്തിലും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു 6 ഓഫ് കപ്സും ഈ ഒരു 2 ഓഫ് കപ്സും നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. മുൻ ജന്മത്തിലും ഇവർ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ ഒരു ജന്മത്തിലും ആ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു ബന്ധം ഇത് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തരുമെന്ന് കാണിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മുൻപ് തന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനകൾ തന്നിട്ടുണ്ടെങ്കിൽ മുൻ ജന്മത്തിൽ ഇവർക്കും നിങ്ങൾ അത്തരത്തിലുള്ള ചില വേദനകൾ കൊടുത്തു എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു ടെൻ ഓഫ് സോർട്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന മെസ്സേജ്. പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നു, സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. കുറച്ച് വേദനകൾ ഇവർ നിങ്ങൾക്ക് തന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യമായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ചില വേദനകളൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നെങ്കിൽ പോലും അത് നിങ്ങൾ ചെയ്ത ചില കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് ചില വേദനകൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ പല കാര്യങ്ങളിലും മുന്നോട്ട് ഇവർ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയാകും എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ബന്ധം ഒരു അനുഗ്രഹമാണ് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത് ഈ ഒരു വൈറ്റ് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ ബന്ധം അത് അനുഗ്രഹമാണോ അതോ ഒരു ജീവിത പാഠമാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തി ഇവയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക, റീഡിംഗ് കാണുക.
ഓക്കെ, നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. വൈറ്റ് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നത് ഒരു അനുഗ്രഹമാണോ അതോ ഒരു ജീവിത പാഠമാണോ? എന്താണ് ഈ ഒരു ബന്ധത്തിന്റെ ഉദ്ദേശം? നൈറ്റ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, സെവൻ ഓഫ് സോർഡ്സ്, ജഡ്ജ്മെന്റ്. നമുക്കിവിടെ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നത് ഒരു ജീവിത പാഠം നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് കടന്നു വന്ന ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും ഈ ഒരു എനർജി വെച്ച് നോക്കുമ്പോഴും ഒരു അട്രാക്ഷൻ ആണ് നമുക്ക് കൂടുതലും കാണിക്കുന്നത്. പെട്ടെന്നുള്ള ഒരു അതല്ലെങ്കിൽ പെട്ടെന്നാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലോട്ട് വന്നതായിട്ട് നിങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്കിവിടെ പേജ് ഓഫ് സോർഡ്സിന്റെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഇവിടെ പരസ്പരം അറിയുവാനായിട്ടുള്ള ഒരു ആകാംക്ഷയാണ്. ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ വളരെയധികം ഈ ഒരു സമയത്ത് ആകാംക്ഷയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് നിരീക്ഷിക്കുന്നതായിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ മുൻപ് നിരീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് കൂടുതലും കിട്ടുന്നത് ഈ ഒരു വ്യക്തി കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. അവരെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുവാനായിട്ട് ശ്രമിച്ചു. അതിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു റിസൾട്ട് കൂടിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. സെവൻ ഓഫ് സോർഡ്സ്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചീറ്റിംഗ് ഒക്കെ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വേദനയിലാണ് ചില വ്യക്തികളെന്ന് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അടുത്ത സമയത്തായിട്ട് വന്നു ഇപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സെവൻ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരു ചീറ്റിംഗ് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഒരു വിശ്വസിച്ച ഒരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചു. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജിയിലോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ബൗണ്ടറി വെച്ച് മുന്നോട്ട് പോവുക, അതാണ് കൂടുതൽ നിങ്ങൾക്ക് നല്ലതായിട്ട് കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇവിടെ ജഡ്ജ്മെന്റ് കിട്ടുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് തരും. ചിലർക്കൊക്കെ ഇവിടെ തിരിച്ചറിവ് കിട്ടിയതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ബന്ധത്തിന്റെ ഒരു എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് വന്നൊരു വ്യക്തിയാണ്. ഒരുപാട് ജീവിത പാഠങ്ങൾ ഇവരിലൂടെ നിങ്ങൾ പഠിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ പഠിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു സമയത്ത് പലരും ഒരു ദുഃഖത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും ഒരു ചീറ്റിംഗ്, ബന്ധത്തിൽ ഒരു ചീറ്റിംഗ് ലഭിച്ചത് കൊണ്ട് ഒരു വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്, അതിനെക്കുറിച്ച് തന്നെ ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇനി ഉണർന്ന് ബോധത്തോടു കൂടി ചിന്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു വ്യക്തമായ ഉത്തരം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉത്തരത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക, അതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നിന്നും അതല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിന്റെ ഒരു വലിയൊരു പാഠമാക്കി പുതിയൊരു അധ്യായത്തിലോട്ട് നിങ്ങൾ പോവുക എന്നൊരു മെസ്സേജാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ജീവിത പാഠം, ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമല്ല, നിങ്ങളുടെ ഒരു സോളിന്റെ വളർച്ചയ്ക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ജീവിത പാഠമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചില വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ആ ഒരു ആഴത്തിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തത നേടിയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ബൗണ്ടറി ഒക്കെ വെച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.